ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കേരള നവോത്ഥാനത്തിലെ അടുത്ത നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1885 ഏപ്രിൽ 27 കോരൻ ഗുരുക്കളുടെയും വയലേരി ചീരുവമ്മയുടെയും മകനായി കണ്ണൂർ പാട്യത്തെ വയലേരി വീട്ടിൽ ജനിച്ചു. 1939 ഒക്ടോബർ 29 അദ്ദേഹം അന്തരിച്ചത്. വി കെ ഗുരുക്കൾ ബാലഗുരു എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്ത് ആരംഭിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക. 1906 ആരംഭിച്ചത്. രാജയോഗനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് 1911 കോഴിക്കോട് കല്ലായിൽ. ശ്രീനാരായണ ഗുരുവിനെ ഇദ്ദേഹം കണ്ടത് 1914 ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. ശിവയോഗ വിലാസം വാരിക കോഴിക്കോട് നിന്നും 1914 ആരംഭിച്ചു. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയത്. ഇദ്ദേഹം പ്രചരിപ്പിച്ച ആരാധന രീതി എന്ന് പറയുന്നത് നിർഗുണോപാസനയാണ്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന ദർശനം അദ്വൈത ദർശനമാണ്. കാവ്യ ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1927 കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം നടത്തി. ഇദ്ദേഹത്തെ സംബന്ധിക്കുന്ന ചില കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു, അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്ന മലബാറിലെ നവോത്ഥാന നായകനായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിരുന്നതിനെ എതിർത്തിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നില്ല. കാലക്രമേണ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിമർശകനായി മാറി. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടുകൂടി 1932 ഒരു ലേഖനം എഴുതി. ജാതി പ്രമാണം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാദിച്ചു. അതുപോലെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം എന്ന ആചാരത്തിനെതിരായി വാദിച്ചു എന്നാണ്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഒന്ന് തിരുത്തിയേക്കണേ. യജമാനൻ എന്ന മാസിക ആരംഭിച്ചു കോഴിക്കോട് നിന്നും 1939. അടുത്തതായി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നാരായണീയത്തെക്കുറിച്ചുള്ള 16 തിങ്കളാഴ്ച നീണ്ടുനിന്ന പ്രസംഗ പരമ്പര തീരും മുൻപേ രോഗബാധിതനായി 1939 ഒക്ടോബർ 29 അന്തരിച്ചു. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസി എന്ന കൃതിയിൽ പരാമർശിക്കുന്ന നവോത്ഥാന നായകൻ. അതുപോലെ വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസിയായിരുന്നില്ല എന്ന് പറഞ്ഞത് സുകുമാർ അഴീക്കോട്. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇത്. അതുപോലെ 1932 പുന്നപ്രയിൽ ആത്മവിദ്യാ മഹോത്സവം നടത്തി. അടുത്തതായി ഇദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം. 1917 ആരംഭിച്ചത്. ഇതിൻ്റെ ആശയം വിവരിക്കുന്ന കവിത 1921 സ്വതന്ത്ര ചിന്താമണിയാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ ആയി അറിയപ്പെടുന്ന പുസ്തകം ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. 1921 കോഴിക്കോട് നിന്നും ആരംഭിച്ച വാരികയാണ് അഭിനവ കേരളം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക. 1929 ആത്മവിദ്യാ കാഹളം. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന മാസികകളാണ് ശിവയോഗ വിലാസം 1914, അഭിനവ കേരളം 1921, ആത്മവിദ്യാ കാഹളം 1929, യജമാനൻ 1939. പ്രധാന പുസ്തകങ്ങളാണ് ആത്മവിദ്യ, അധ്യാത്മയുദ്ധം, പ്രാർത്ഥനാഞ്ജലി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും, ഈശ്വര വിചാരം, ആത്മവിദ്യാ ലേഖമാല, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, പറഞ്ഞതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പിന്നെ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയലും മറ്റും റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട് ഇടുന്നത്. ഇനി ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങൾ, അതായത് ഈ രീതി മാറ്റണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻസായിട്ട് പറയുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോഴും പറഞ്ഞതുപോലെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ആയിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.